ഓം നമഃശിവായ. നാം ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീഡിയോയെക്കുറിച്ചാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. വിവാഹത്തിന് ദോഷങ്ങൾ എന്തെല്ലാമാണ്, അതിന് പരിഹാരം എന്തെല്ലാമാണ്, ഏത് വിധത്തിലുള്ള ദോഷങ്ങളാണ് സംഭവിക്കുന്നത്, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോ. ഇത് മുഴുവനായിട്ടും കാണണമെന്നാണ് പറയുന്നത്. പകുതിയാകുമ്പോൾ നിർത്തിക്കളയരുത്. എല്ലാവരും അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. വിവാഹം അതിനാലോക ഭാര്യാഭർത്തൃ സമാഗമ യശസ്ത്രീ സന്മനഷ്ടാർത്ഥ മൈഥുനാനാവി സപ്തമാൽ. വിവാഹം, അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ സമാഗമം, മൈഥുനം, നഷ്ടപ്പെട്ട ധനം, ശയ്യോപകരണങ്ങൾ, സ്ത്രീയുടെ വീട്, അതുപോലെ തന്നെ വരകുന്നത് പോകുന്നത്, ഇതെല്ലാം തന്നെ നമ്മൾ നോക്കുന്നത് 7-ാം ഭാവം കൊണ്ടാണ്. ആ 7-ാം ഭാവത്തിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി ആ മുഹൂർത്ത രാശിയിൽ എന്തെല്ലാം ദോഷങ്ങൾ വരാം, മുഹൂർത്ത രാശിയിൽ വരുന്ന ദോഷങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? അപ്പോൾ മുഹൂർത്ത ലഗ്നത്തിൽ അതായത് രവിയും അഥവാ ആദിത്യനും കുജനും നിന്നാൽ വൈധവ്യമുണ്ടാകും. മുഹൂർത്ത ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാൽ, മുഹൂർത്ത ലഗ്നം എന്ന് പറയുമ്പോൾ മുഹൂർത്ത സമയത്ത് ഉള്ള രാശിയിൽ ചന്ദ്രൻ നിന്നാൽ ആ വിവാഹം അല്പായുസായിരിക്കും. ഇനി മുഹൂർത്ത ലഗ്നത്തിൻ്റെ രണ്ടാമത്തെ രാശിയിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ ആ ദാമ്പത്യ ജീവിതം ശുഭപ്രദമായിരിക്കും, ദീർഘനാളുകളോളം തന്നെ നിലനിൽക്കുന്നതായിരിക്കും. മാത്രമല്ല സകലവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. ആ 2-ാം ഭാവത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ പുത്രസന്താനങ്ങൾ ഉണ്ടാകും. ഇവയെല്ലാമാണ് അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് അടുത്തത് നോക്കേണ്ടത്, അതായത് ചോറൂണിനെ കുറിക്കുന്ന അഥവാ ഊൺനാളുകൾ എന്തെല്ലാമാണ്. നന്നേ അന്യേ രോഹിണിമാനും ചതയം പുനർപൂയവും ഉത്രത്രയം ത്രികഞ്ച ചോതി മൈത്രന. അപ്പം നമ്മൾക്ക് രോഹിണി, മകൈരം, പുണർദം, പൂയം, അത്തം, ചിത്തിര, ചോതി, ഉത്രം, ഉത്രാട, ഉത്രട്ടാതി, തിരുവോണം, അവിട്ടം, ചതയം, രേവതി, അശ്വതി, അനിഴം, ഈ നാളുകളെയാണ് ഊൺനാളുകൾ എന്ന് പറയുന്നത്. ഈ നാളുകളെല്ലാം തന്നെ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യപ്രദമായിട്ടുള്ള നാളുകളാണ്. ഇനി നമുക്ക് മഹേന്ദ്രപ്പൊരുത്തം എന്താണെന്ന് നോക്കാം. ആ മഹേന്ദ്രപ്പൊരുത്തം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, രാശിപ്പൊരുത്തം, രാശാധിപപ്പൊരുത്തം, വശ്യപ്പൊരുത്തം, അതുപോലെ തന്നെ മഹേന്ദ്രപ്പൊരുത്തമാണ് നമുക്ക് പറയുന്നത്. ആ മഹേന്ദ്രപ്പൊരുത്തം എന്താണെന്ന് വെച്ചെന്നാൽ, ഒരു സ്ത്രീയുടെ ജാതകത്തിൽ അഥവാ നമ്മളുടെയും ജാതകത്തിൽ തന്നെ ചന്ദ്രാൽ 19 നാളുകളെയാണ് നമ്മൾ അനുജന്മ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. 10-ാം നാളിലെയും 19-ാം നാളിലെയും. അപ്പോൾ ആ അനുജന്മ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്? ഉദാഹരണമായിട്ട് അശ്വതി തന്നെ എടുക്കാം. അശ്വതിയുടെ 10-ാം നാളെന്ന് പറയുന്നത്, 10-ാം നക്ഷത്രം എന്ന് പറയുന്നത് എന്താണ്? മകം. അശ്വതി, മകം, മൂലം 19-ാം നക്ഷത്രമാണ്. ഇനി ആ നക്ഷത്രങ്ങൾ കഴിഞ്ഞിട്ട് അതിൻ്റെ 4, 7, 10 ആ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും നക്ഷത്രങ്ങളിൽ 4, 7, 10 പുരുഷൻ നക്ഷത്രം വരികയാണെങ്കിൽ, അഥവാ പുരുഷൻ ജനിച്ച നക്ഷത്രമാണെങ്കിൽ അതിന് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് മഹേന്ദ്രപ്പൊരുത്തം എന്ന് പറയുന്നത്. ആ മഹേന്ദ്രപ്പൊരുത്തം ഇല്ലാതെ വന്നാൽ അതിന് പ്രതിവിധിയായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? അതിന് നാരായണ പ്രതിമ ഉണ്ടാക്കി
ഒരു പണവിട സ്വർണത്തിൽ നാരായണ പ്രതിമയുണ്ടാക്കി അത് ബ്രാഹ്മണന് ദാനം ചെയ്യുക. യഥാകർമ്മങ്ങളോടുകൂടി ബ്രാഹ്മണന് ദാനം ചെയ്യുക മഹേന്ദ്രപുരത്തിൻ്റെ ദോഷപരിഹാരമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയേണ്ടത്, അതായത് ഈ ദോഷങ്ങളെല്ലാം തന്നെ നമുക്ക് മാറിക്കിട്ടണം, അതിനുള്ള പ്രതിവിധികൾ എന്തെല്ലാമാണ്. അതിന് കേസരി യോഗജാതൻ അഥവാ കേസരി യോഗമുള്ളവൻ ഹന്തി സർവഗ്രഹാരിഷ്ട ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതി യഥാ ഗജസഹസ്രാണി നീലേ ഹന്തി കേസരി. അപ്പോൾ ഹന്തി സർവഗ്രഹാരിഷ്ട ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതി യഥാഗജ സഹസ്രാണി നിഹാന്തി കോപി സഹസ്രതി കേസരി. അപ്പോൾ കേസരി യോഗ ജാതനാണെങ്കിൽ അതിനെല്ലാം തന്നെ പ്രതിവിധിയാണ്. കേസരി യോഗം എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ചന്ദ്രൻ്റെ 4-ാം ഭാവത്തിൽ, ചന്ദ്രൻ്റെ 5-ൽ അഥവാ ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതി, ചന്ദ്രകേന്ദ്രത്തിൽ ബൃഹസ്പതിയായിട്ടുള്ള വ്യാഴം നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് കേസരി യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രകേന്ദ്രത്തിൽ ബൃഹസ്പതി നിൽക്കുന്നത് എന്ന് ഭഗവാൻ നേരിട്ട് നിൽക്കുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത്, അതിന് കേസരി യോഗമെന്ന് പറയുന്നത്. കേസരി യോഗമുള്ള ആളെന്ന് പറയുമ്പോൾ അത് 1000 ആനകളെ തോൽപ്പിക്കുവാൻ കഴിവും അതുപോലെ തന്നെ തോൽപ്പിക്കുന്നതുപോലെ എല്ലാ അരിഷ്ടതകളെയും ഇല്ലായ്മ ചെയ്യുവാൻ കഴിവുള്ളതാണ് കേസരി യോഗജാതൻ. ഇതുകൂടാതെ കേസരി യോഗജാതോ ധനവാൻ സുകുലാധിപോ മഹാപ്രജ്ഞ ഗ്രാമപുര വാസു കർത്ത സഹസ്രാസൂജ വിദ്വാൻ. കേസരി യോഗജാതനുമായിട്ടുള്ളവൻ ധനവാനായിരിക്കും, ഗ്രാമങ്ങളുടെയും പുരങ്ങളുടെയും നഗരങ്ങളുടെയും എല്ലാം തന്നെ അധിപനായിരിക്കും. അതുകൂടാതെ കൊണ്ട് തന്നെ 83 വയസ്സും 4 മാസവും വരെ ആയുസ്സുണ്ടായിരിക്കുന്നവനായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പര്യവസാനിപ്പിക്കുന്നു. നമസ്കാരം.